പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും പ്രിയം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഏവരെയും ഈ സായാഹ്നത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ തിങ്കളാഴ്ച ദിവസത്തിൽ നാളെ ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ വചനവുമായി, പരിശുദ്ധ കുർബാനയിലെ വചനവുമായി നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ധ്യാനപൂർവ്വം നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നാടിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട്, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട്, ഭവനങ്ങളിലും അതുപോലെ തന്നെ പുറത്തും ജോലിസ്ഥലങ്ങളിലൊക്കെ ആയിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തനായ ദൈവത്തിൻ്റെ വലിയ അഭിഷേകം നിങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ CRC ധ്യാന കേന്ദ്രത്തിൻ്റെ അൾത്താരയിലാണ്, മരിയൻ ചാപ്പലിലെ അൾത്താരയിലാണ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ അതിശക്തമായ അഭിഷേകം നിങ്ങളിലേക്കെല്ലാം വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിക്കുന്ന ശക്തനായ ദൈവം ഇവിടെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്കെല്ലാം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അധരങ്ങൾ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. തിരക്കുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അല്പം മാറി ശാന്തമായ ഒരിടത്തേക്ക് മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈശോ എളിമയോടുകൂടി അങ്ങയെ തേടുന്ന ഓരോ ദൈവ പൈതലിനെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി അഭിഷേകം അവരിലേക്ക് ഈ നിമിഷത്തിൽ കാലത്തിനതീതമായ, സമയത്തിനതീതമായ, സ്ഥലങ്ങൾക്കതീതമായ ശക്തനായ ദൈവത്തിന് വലിയ അഭിഷേകം ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശാസിക്കുകയും ബന്ധിക്കുകയും പൗരത്വ അധികാരത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ കീഴിലേക്ക് അട്ടിപ്പായിക്കുന്നു, ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. അളിലിയ ഓ ശക്തനായ ദൈവമേ, അഭിഷേകമായി ഇവരുടെ മേൽ ഇറങ്ങി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്ന് ഈ മക്കളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അന്തരീക്ഷ ശക്തികളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈശോ ഇവരുടെ ഭവനങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇവരുടെ ജോലി സ്ഥലങ്ങളെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ദിവ്യകാരുണ്യ നാഥനായ ഈശോയുടെ ശക്തമായ അഭിഷേകം അവിടേക്കെല്ലാം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുരാതന സർപ്പത്തിൻ്റെ തിന്മകൾ ഭവനങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ അരുവികളെല്ലാം വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെയും അരൂപി എല്ലാ മക്കളിലും നിറയട്ടെ എന്ന് പറഞ്ഞ എല്ലാ ഹൃദയങ്ങളും പരിശുദ്ധാത്മാവിൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമ്മൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായനയിൽ 14-ാം അധ്യായം 19 മുതൽ 28 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ യാത്രകളെക്കുറിച്ചാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ അന്ത്യോക്യയിലൂടെയും ലിസ്ത്രായിലൂടെയും ഒക്കെ നടത്തിയ യാത്രകൾ. ആ യാത്രകൾ ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന് പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. അദ്ദേഹം കൂട്ടുകാരനായ ബർണബാസിനോടൊപ്പമുള്ള യാത്രയാണ് നടത്തുന്നത്. ഒരു പട്ടണത്തിൽ അവർക്ക് പീഡനമേൽക്കുമ്പോൾ അവർ അടുത്ത പട്ടണത്തിലേക്ക് പോകുന്നു. അടുത്ത പട്ടണത്തിൽ അവിടെ വചനം പ്രസംഗിച്ച് ആളുകളെ ശക്തിപ്പെടുത്തുന്നു. വീണ്ടും അടുത്ത പട്ടണത്തിലേക്ക് പോകുന്നു. വീണ്ടും അവിടെ നിന്ന് കപ്പൽ കയറി വേറെ നഗരത്തിലേക്ക് പോകുന്നു. അങ്ങനെ മാറി മാറി ദീർഘമായ യാത്രകൾ, ശക്തമായ യാത്രകൾ, ശക്തമായ വചനത്തിന് വേണ്ടിയുള്ള യാത്രകൾ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നടത്തുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അന്ത്യോക്യയിലെത്തുമ്പോൾ അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസിനെക്കുറിച്ച് പറയുമ്പോൾ, വിശുദ്ധ പൗലോസിൻ്റെ അന്ത്യോക്യയിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം എഴുതിയ വ്യക്തി പറയുന്നത് എങ്ങനെയാണ്? തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിനാവശ്യമായ ദൈവീക കൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. തങ്ങൾ നിർവഹിച്ച ദൈവീക കൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിനാവശ്യമായ ദൈവീക കൃപയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൗത്യങ്ങൾ, ഒരപ്പൻ എന്ന നിലയിലുള്ള ദൗത്യം, അമ്മയെന്ന നിലയിലുള്ള ദൗത്യം, മക്കളെന്ന നിലയിലുള്ള, യുവതി യുവാക്കന്മാരെന്ന നിലയിലുള്ള, ജോലി ചെയ്യുന്നവരെന്ന നിലയിലുള്ള നമ്മളുടെ ദൗത്യങ്ങൾ, ഒരു വൈദികൻ എന്ന നിലയിലുള്ള എൻ്റെ ദൗത്യം, അതുപോലെ തന്നെ സന്യസ്തർ എന്ന നിലയിലുള്ള നമ്മളുടെ ദൗത്യങ്ങൾ, സഭയെന്ന നിലയിലുള്ള ദൗത്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ദൈവം ഭരമേൽപ്പിച്ച ദൗത്യങ്ങളാണ്. ഈ ദൗത്യങ്ങൾ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവിക കൃപ ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ്, അഭിഷേക ശുശ്രൂഷകളിലൂടെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവ്യകാരുണ്യ ആരാധന ഒരു അഭിഷേക ശുശ്രൂഷയാണ്. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ അഭിഷേകം നിറയും. നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ദൈവിക ദൗത്യങ്ങളിലേക്കുള്ള ഒരു തുറവി നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അവരെ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ള സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം പറയുന്നതാണ്, അദ്ദേഹം പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അവരെ കർത്താവിന് ഭരമേൽപ്പിച്ചു. അവരെ ഉപദേശിച്ചു കൊടുത്തു, അവർക്ക് പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മാത്രമല്ല അവരെല്ലാവരെയും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളുടെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. എല്ലാം ദൈവീകമായ കൃപ അനുസരിച്ചിട്ടേ സാധ്യമാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കരങ്ങളുയർത്തി സ്തുതിക്കുക. ഓ ശക്തനായ ദൈവമേ, ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളെയും ഞങ്ങളിത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഓൺലൈൻ ശുശ്രൂഷ വഴിയായി ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തെ ഞങ്ങളിത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഓരോ മകനെയും മകളെയും അവരുടെ ജീവിത ദൗത്യങ്ങളെയും ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. വലിയ ദൈവീക കൃപ ഇവരുടെ മേൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ട ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും ഈ ദിവ്യകാരുടെ നാഥനായ ഈശോയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഈ മക്കളിലേക്കെല്ലാം ഒഴുകിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ശക്തനായ ദൈവമേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കയറി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഓരോ മക്കളുടെയും ജീവിതത്തിൻ്റെ ഹൃദയവാതിലുകൾ തുറന്ന് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. നമ്മുടെ വ്യക്തി നിയോഗങ്ങൾ, കുടുംബത്തിന് നിയോഗങ്ങൾ, നമ്മളുടെ തിരുസഭയെ സമർപ്പിക്കാം. ലിയോ 14 മാർപ്പാപ്പയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ വിവിധ ആവശ്യങ്ങൾ, ഈ ലോകത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾ സമർപ്പിക്കാം. വചനം പ്രസംഗിക്കാൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ ജ്വലിച്ചു നിന്ന് വചനം പ്രസംഗിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളാൽ കഴിയും വിധം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ യേശുവിന് സാക്ഷ്യം നൽകുവാൻ, ലജ്ജയില്ലാതെ സാക്ഷ്യം നൽകുവാൻ, ജീവൻ തൃണവൽക്കരിച്ചും സാക്ഷ്യം നൽകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. പരിശുദ്ധാപരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധാപരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, പരിശുദ്ധാപരമാ തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആത്മാവിന്നകതാരിനുള്ളിൽ നമ്മളെ തന്നെ ഈ സായനത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.